ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോംപോം ഉപയോഗിച്ച് എങ്ങനെയാണ് പൂക്കൾ തയ്യാറാക്കുന്നതെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് പോംപോം എടുത്ത് ഇതുപോലെ പൂവിൻ്റെ ഷേപ്പിൽ നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. പോംപോം നമുക്ക് കടകളിലും ഓൺലൈൻ സൈറ്റുകളിലും ഒക്കെ വളരെ സുലഭമായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുകയും ചെയ്യാം. അതിൻ്റെ വീഡിയോ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി, ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. പേപ്പർ വെച്ച് നമ്മൾ പൂക്കൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പം ആ പൂക്കൾ കീറിപ്പോകാനും നിറം മങ്ങിപ്പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. പോംപോം ആണെങ്കിൽ നമുക്ക് പൂക്കൾ വളരെ നാൾ കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം എന്തേ നമ്മൾ ഇതുപോലെ പൂക്കളെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടുന്ന കമ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു വൈറ്റ് പേപ്പർ ചുരുട്ടി ഒരു സ്റ്റിക്കിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. വൈറ്റ് പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ പേപ്പർ ഉപയോഗിച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ എൻ്റെ ഗ്രീൻ പേപ്പർ കുറവായതുകൊണ്ടാണ് ഞാൻ വൈറ്റ് പേപ്പർ ഉപയോഗിച്ച് സ്റ്റിക്ക് ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ഫ്ലോറൽ ടേപ്പും കൂടി ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ അത് ഗ്രീൻ കളറായി കിട്ടും. ഇതാ ഞാനിവിടെ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 6 സ്റ്റിക്കുകൾ ഉണ്ടാക്കിയെടുക്കാം. എല്ലാ സ്റ്റിക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മുകളിലേക്ക് നമുക്ക് ഫ്ലോറൽ ടേപ്പ് ചുറ്റി കൊടുക്കാം. ഇപ്പോൾ എല്ലാത്തിലും ഗ്രീൻ കളർ ഫ്ലോറൽ ടേപ്പ് ചുറ്റിയിട്ടുണ്ട്. ഇനി ഈ പൂവിൻ്റെ പുറകിലേക്കായിട്ട് നമുക്ക് ഈ ഫ്ലോറൽ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ ഒരു പൂ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കി എല്ലാ പൂക്കളുടെ പുറകിലും നമുക്ക് ഈ സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പം നമുക്ക് ഈ പൂവിന് ആവശ്യമായിട്ടുള്ള ഇല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ പേപ്പർ ഇതുപോലെ 2ആയിട്ട് മടക്കണം. അതിൽ നമുക്ക് ഇലയുടെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് വെട്ടിയെടുക്കാം. വെട്ടിയെടുത്ത ഇല കത്രിക ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് ആ ഇലയുടെ ഒരു വളഞ്ഞ ഷേപ്പ് കിട്ടുന്നതായിരിക്കും. ഇനി ഇത് നമുക്ക് പൂക്കളിലേക്ക് പശ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. പോംപോം ഉപയോഗിച്ചുള്ള പൂക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.